കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഇവളോട് കുറച്ച് വെള്ളം ചോദിച്ചിട്ട് എത്ര നേരമായി? കേട്ട ഭാവമുണ്ടോ നോക്ക്. ഗംഗേ, എടി ഗംഗേ. എന്താ ആന്റി? കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം ചോദിച്ചിട്ട് 1 മണിക്കൂറായി. ആഹാരം തൊണ്ടേ കുടുങ്ങിയിട്ട് ശ്വാസം മുട്ടുന്നു. ഞാൻ കേട്ടില്ല. കേക്കില്ല? സ്വപ്നലോകത്തല്ലേ സദാസമയം. 1 ഗ്ലാസ് വെള്ളം കൊണ്ടുവാ, നല്ല ചൂട് വേണം. അമ്മ വെള്ളം ചോദിച്ചില്ല. ചോദിച്ചില്ല, എനിക്കും അറിയാം. നീ നോക്കിക്കോ. എന്ത് പറ്റി സൗദാമിനി? ഇത്ര തിളച്ച വെള്ളമോടി നീ എനിക്ക് കുടിക്കാൻ കൊണ്ടുവരുന്നത്? നല്ല ചൂട് വേണമെന്ന് ആന്റി പറഞ്ഞില്ലേ, അതുകൊണ്ട്. അതിന് ആവി പറക്കുന്ന വെള്ളം കൊണ്ടുവന്ന് എന്റെ വാ പൊള്ളിക്കാനല്ലേടി? മനഃപൂർവ്വം ചെയ്തല്ലേ നീ? സത്യമായിട്ടും അല്ല. നീ അങ്ങനെ സത്യവതി ഒന്നും ആവല്ലേ. കുടിക്കാനുള്ള ചൂടേ ആ വെള്ളത്തിനുണ്ടായിരുന്നുള്ളൂ. തോന്നിവാസം കാണിച്ചിട്ട് തറുതല പറയുന്നോ? എങ്കിൽ ഈ ചൂട് നീ ഒന്ന് അനുഭവിക്കടി. എന്താ സൗദാമിനി നീ കാണിച്ചേ? ഞാൻ കാണിച്ചാണോ കുഴപ്പം? നിങ്ങൾ കണ്ടതല്ലേ തിളച്ച വെള്ളം കൊണ്ടുവന്ന് എന്റെ വാ പൊള്ളിക്കാൻ നോക്കിയത്? ഈ ശല്യത്തിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് വാഴിക്കുന്നത് എന്നെ കൊല്ലിക്കാനാണോ? മോളായാലും എനിക്ക് പാരമണിയാനാ നോക്കുന്നത്. എന്താ നീ ഇങ്ങനെ കരയുന്നോ? വായിന്ന് 2 മുത്തടർന്ന് വീണ എന്റെ സങ്കട. കൊണ്ടുപോടി അസത്തിനെ. ഒരു കള്ളക്കരച്ചില്. അപ്പോ സൗദാമിനി പരിപാടി ആരംഭിച്ചു. എങ്ങനുണ്ട്? കലക്കി. ഇതൊരു സാമ്പിളാ. ശരിക്കുള്ളത് കാണാൻ പോകുന്നേ ഉള്ളൂ. കേട്ടോ രമേശ, ഇതിങ്ങനൊരു പ്ലാനിങ്. ഇത്തരം പ്രയോഗങ്ങളിലൂടെ ഗംഗയെ നരകയാതന അനുഭവിപ്പിക്കണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് അവൾ ചന്ദ്രദാസുമായുള്ള കല്യാണം അങ്ങ് സമ്മതിക്കണം. അതാ ഓപ്പറേഷൻ. നടത്തുന്നത് സൗദാമിനിയല്ലേ, എങ്ങനെ മോശമാവും? ഇങ്ങനെ കണ്ണീച്ചോരയില്ലാത്ത പ്രവൃത്തി നിന്നോട് അവര് കാണിച്ചല്ലോ. വല്ലാത്ത വിധിയായി പോയി മോളെ നിന്റേത്. ചേച്ചിന്നും പറഞ്ഞ് ഞാനിവിടെ ഉണ്ടായിട്ടെന്താ? നല്ല ചൂടുള്ള വെള്ളം വേണോന്ന് ആന്റി പറഞ്ഞത്. ഇനി ചൂട് കുറഞ്ഞു വഴക്ക് പറയണ്ടെന്ന് വെച്ചിട്ടാ.
അങ്ങനെ കൊണ്ടു കൊടുത്തത്. പക്ഷേ അങ്കിള് ദേഷ്യപ്പെടുന്നത് കണ്ടു. രമേശേട്ടന്റെ അമ്മ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാ. എങ്ങനെ നിന്നെ ദ്രോഹിക്കുക, അതാണ് ഉദ്ദേശം. അരി സാധനമൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നു എന്ന് രാവിലെ പറയുന്ന കേട്ടു. അധികത്തിൽ നീ കൂടി ഉണ്ടല്ലോ എന്നാണ് സൂചന. പറയുന്നത് കേട്ടാ നീയായിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതാന്ന് തോന്നും. പക്ഷെ ചോദിക്കാൻ പറ്റുമോ? അതിന്റെ ശിക്ഷ അമ്മയ്ക്കോ നിനക്കോ കിട്ടും. ഇതിൽ നിന്നൊക്കെ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഗീതേച്ചി. എനിക്ക് അറിഞ്ഞൂടെ മോളെ. മതി. ശുശ്രൂഷ ആയിരിക്കും അല്ലേ? മതി ശുശ്രൂഷിച്ചത്. അത്രയ്ക്കുള്ള പരിചരണമൊന്നും ഇവക്ക് വേണ്ട. വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരുന്നമ്മേ. ആ, അതുകൊണ്ടാ ഞാനത് മുഖത്തൊഴിച്ചത്. മേലിൽ ഇത്തരം അധിക പ്രശ്നങ്ങൾ ഇവിടെ ആവർത്തിക്കരുത്. എന്നാലും മുഖമല്ലേ അമ്മേ? ആ, ഈ മുഖത്തിന്റെ ചന്തം കൊണ്ടാണല്ലോ ഇവള് വല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. തന്റെ കൊലക്ക് കൊടുത്തതും തള്ളെ ഭ്രാന്തിയാക്കിയത് ഇവളുടെ ഈ മുഖ. അതൊന്ന് വികൃതമായി എന്ന് വെച്ച് ഒരു കുഴപ്പം വരാനില്ല. അയ്യോ, മോക്ക് വല്ലാതെ അങ്ങ് വേദനിച്ചു പോയോ? അല്ല, ആശുപത്രി പോണെന്ന് തോന്നുന്നുണ്ടോ? നിന്നോടാ ചോദിച്ച ആശുപത്രി പോണോന്ന്? വേണ്ട. ആ, എന്താ നോക്കി നിൽക്കാതെ പോയി പാത്രം കഴുകി വെക്കടി. ഞാൻ കഴുകി വെച്ചോളാം അമ്മേ. ഓ, നിനക്കുള്ള ജോലി വേറെ ഉണ്ട്. പറയുന്ന കേട്ടില്ലേടി? ചെല്ലേ, പോയി പാത്രം കഴുക. ശകലം കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കും. അപ്പോഴേക്കും പറഞ്ഞ ജോലി ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. ആ, അമ്മേ, എന്താ രമേശ? അമ്മേ, അത് പിന്നെ കുറച്ച് കടന്നു പോകുന്നുണ്ട്. ഗംഗയോടുള്ള അമ്മയുടെ പെരുമാറ്റം അതിൽ വിടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ചെയ്തെന്തായാലും കുറച്ച് കൂടിപ്പോയി. ഇത്രയും ക്രൂരത കാണിക്കണോ? നിന്റെ മനസ്സെന്താ വിറങ്ങലിച്ചു പോയോ? ഭാര്യയുടെ അനുജത്തിക്കുട്ടിയോട് സഹതാപമാണോ അതോ സ്നേഹമാണോ? ഇതത്ര ശരിയല്ലല്ലോ. ഈ പറഞ്ഞതൊന്നുമല്ല, അതൊരു മനുഷ്യജീവിയല്ലയോ? ഓ, അതുകൊണ്ട് ഇപ്പൊ തന്നെ ചൂടുവെള്ളം മുഖത്ത് വീണ് പൊള്ളി പ്രശ്നമായി. ഗംഗ ഹോസ്പിറ്റലായാൽ എന്ത് ചെയ്യുമായിരുന്നു? പെട്ടെന്നുള്ള ആവേശത്തില് അമ്മ ചെയ്തതായിരിക്കും. പക്ഷേ വകുപ്പ് മാറുമായിരുന്നു. ഒരു കേസുണ്ടായാൽ പ്രശ്നമാണ്. ഇപ്പോഴത്തെ നിയമങ്ങൾ അമ്മയ്ക്ക് അറിയാൻ വരാഞ്ഞിട്ടാ. പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് രമേശൻ എനിക്കൊന്ന് പറഞ്ഞു തന്നേ. പിന്നെ ഇവിടെ പോലീസിൽ ജോലിയുള്ള ഒരാളുണ്ട്, നിന്റെ അച്ഛൻ. പുതിയതും പഴയതുമായ നിയമങ്ങളൊക്കെ അങ്ങേർക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിയമത്തിന്റെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് എന്നെ രക്ഷിക്കാനും അറിയാം. അമ്മ അതിന്റെ ഗൗരവത്തെ പറ്റി ആലോചിക്കാതെയാണ് സംസാരിക്കുന്നത്. നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ അമ്മ കാണിക്കുന്നത് പീഡനമാണ്. സ്വന്തം മക്കളെ ശിക്ഷിക്കുന്നതിന് പോലും അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഗംഗ നമ്മുടെ ആരാ? മരുമകളുടെ അനിയത്തി എന്ന് പറയുന്നത് അടുത്ത ബന്ധമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പെൺകുട്ടി ഉപദ്രവിച്ചെന്ന് പരാതി ഉണ്ടായാൽ മൊത്തത്തിൽ കാര്യങ്ങളുടെ സ്വഭാവം മാറും. പരാതി ഉണ്ടായെങ്കിലല്ലേ? ആര് പരാതി കൊടുക്കാൻ പോകുന്നു? ഗംഗ എന്തായാലും അതിന് പോവില്ല. കാരണം അങ്ങനെ ഒരു നീക്കം അവിടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവൾക്ക് ശരിക്കും അറിയാം. പിന്നെ അവളുടെ അമ്മയും ചേച്ചിയും കഞ്ഞിവെള്ളം കുടിച്ചിവിടെ കിടക്കില്ല. വച്ച് വാഴിക്കില്ല രണ്ടിനെ ഞാൻ. ഗംഗയ്ക്കറിയാം, അവള് പരാതിപ്പെട്ടാൽ എനിക്കെതിരെ നടപടി വരുമായിരിക്കും. ആ കൂട്ടത്തിൽ മറ്റു രണ്ടെണ്ണത്തിനെ ഉപദ്രവിക്കുന്നതിന്റെ നടപടി കൂടി ഞാനങ്ങ് നേരിടും. പക്ഷേ അതോടെ ശാരദ തള്ളയുടെയും നിന്റെ ഭാര്യയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. പിന്നെ അവര് പുറം ലോകം കാണില്ല. അമ്മ പ്രശ്നത്തിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. എനിക്കതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോഴമ്മ ചൂടുവെള്ളം ഗംഗയുടെ മുഖത്തൊഴിച്ചില്ലേ? ആ കുട്ടിയുടെ മുഖം പൊള്ളി വികൃതമായിരുന്നെങ്കിലോ?
ചികിത്സയും കേസും ഒക്കെ അവിടെ നിൽക്കട്ടെ. മറ്റൊരു ആലോചന നടക്കുന്നുണ്ടല്ലോ, ചന്ദ്രദാസിന്റെ കാര്യം. മുഖം പൊള്ളിയ ഗംഗയെ അയാൾ സ്വീകരിക്കും. അമ്മയുടെ പ്രവൃത്തി മൂലം ആ പ്ലാനിങ് നടക്കാതെ പോയില്ലായിരുന്നോ? രമേശ, അധികം അങ്ങ് സങ്കല്പിച്ച് കിഴക്കോട്ട് പോവാതെ. അങ്ങനെ പുള്ളി അടർന്നു പോകുന്ന ചൂടൊന്നും ആ വെള്ളത്തിന് ഇല്ലായിരുന്നു. അഥവാ പൊള്ളലേറ്റെന്ന് തന്നെ ഇരിക്കട്ടെ, അവളെ ചികിത്സിക്കുന്ന കാര്യവും ചന്ദ്രദാസ് തന്നെ ഏക്കുമായിരുന്നു. അത്രയ്ക്ക് ആഗ്രഹിച്ച് നടക്കുവാണല്ലോ അയാൾ. അതുകൊണ്ട് ഭാര്യയോടും ബന്ധുക്കളോടും, പ്രത്യേകിച്ച് അനിയത്തിയോട് ഇത്രയും സഹാനുഭൂതി വേണ്ട. എന്നെ രക്ഷിക്കാനേ നിന്റെ അച്ഛനുണ്ട്. രമേശൻ സ്വന്തം കാര്യം മാത്രം നോക്കിയാ മതി, മനസ്സിലായോ? ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞാൻ അപ്പുറത്തെല്ലാം നോക്കി. മുഖത്തെ നീറ്റല് മാറിയ മോളെ. ഭാഗ്യമായി പൊള്ളാതിരുന്നത്. തൊലിപ്പുറത്ത് നീറ്റലും വേദനയും കുറച്ചുനാൾ കഴിയുമ്പോ മാറും ഗീതേച്ചി. മനസ്സിലേൽക്കുന്ന പൊള്ളലോ, അതിന് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയി മോളെ. അനുഭവിക്കാന്നല്ലാതെ പരാതി പറയാൻ പോലും അനുവാദമില്ല. വിദ്യാഭ്യാസവും നല്ല ഉദ്യോഗമുള്ള ഭർത്താവ് ഉണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാത്തിനും യോഗം വേണം. നമുക്കില്ലാത്തതും അത്. കുട്ടിക്കാലത്തേക്ക് മാത്രമായിട്ട് ദൈവം എന്തിനാ സന്തോഷം തന്നത്? അന്ന് കൂടുതൽ സ്നേഹവും സുഖവും അനുഭവിച്ചതുകൊണ്ട് ഇന്നത്തെ കഷ്ടപ്പാടുകൾ നമുക്ക് കഠിനമായിട്ട് തോന്നുന്നത്. അമ്മയെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് നല്ലത്. എങ്ങോട്ട് പോകാൻ? മുല്ലമുറ്റത്തേക്ക്. ആരെതിർപ്പ് പറഞ്ഞാലും അത് നമ്മുടെ തറവാടല്ലേ. പക്ഷേ സമ്മതിക്കണ്ടേ ഗംഗെ? സമ്മതിപ്പിക്കണം. എന്തായാലും ഏത് കാര്യത്തിനും വഴക്കാം. വീട്ടിൽ ചെന്നാലും പ്രയാസങ്ങൾ ഉണ്ടാവും. ഭാര്യരെങ്കിലും സഹായിക്കുമെങ്കിലും അമ്മയും കൊണ്ട് ജീവിച്ചു പോണ്ടേ. എന്നാലും സാരമില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം ഗീതേച്ചിക്ക് ആട്ടും തുപ്പുമായിരിക്കും അനുഭവം. ഒരാൾക്കെങ്കിലും സമാധാനം കിട്ടട്ടെ. ഞാൻ അമ്മയും കൊണ്ട് പോയിക്കോളാം. അതാ നല്ലത്. ആ തോന്നൽ വെറുതെയാ ഗംഗെ. നിങ്ങൾ ഇവിടുന്ന് പോയാലും ഇല്ലെങ്കിലും എന്റെ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതെനിക്ക് തീർച്ചയുള്ള കാര്യം. എനിക്കുള്ള വിധി എഴുതപ്പെട്ട് കഴിഞ്ഞതാ. അതുമായി ഏറെക്കുറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നും പറയാം. അതുകൊണ്ട് അതിനെ ചൊല്ലി ആശങ്കയില്ല. അമ്മയുടെ നിന്റെയും കാര്യം ഓർത്തിട്ടാ എനിക്ക് സങ്കടം. ഇനി എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് മുൻപിൽ വ്യക്തമായൊരു ചിത്രം തെളിഞ്ഞു കിട്ടുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണെന്ന് എനിക്കറിയാം. ഗംഗെ, അതെ ഗീതേച്ചി, എന്നോടുള്ള സ്നേഹം കൊണ്ട, സഹതാപം കൊണ്ട. അല്ലെങ്കിൽ ഗീതേച്ചി പോലെ എന്നോട് ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. ഈ വീട്ടുകാർക്കൊപ്പം ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുമായിരുന്നു. സ്വന്തം സുരക്ഷിതത്വം നോക്കുന്ന ഏതൊരാളും അങ്ങനെ ചെയ്യൂ. ഭർത്താവിന്റെ ബന്ധുക്കൾക്കൊപ്പം നിന്നെങ്കിലേ ഭാവി സുരക്ഷിതാവുള്ളൂ. പക്ഷെ ചേച്ചി എല്ലാ ഉപദ്രവങ്ങളും സഹിച്ച് എനിക്ക് പിന്തുണ തരുന്നു. അതിന്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഞാൻ നിമിത്തം എത്ര പേരെ ദുരിതം അനുഭവിക്കുന്ന വല്ലാത്തൊരു ജന്മമായി പോയി. ഇങ്ങനൊന്നും പറയാതെ മോളെ. എനിക്ക് രമേശ് ഏട്ടനെങ്കിലും ഉണ്ട്. നിനക്കോ? ഗിരിയെ കുറിച്ച് ഒരു പ്രതീക്ഷയല്ലാതെ മറ്റെന്ത് ആശ്വാസാ ഉള്ളത്? എനിക്ക് ആശ്വസിക്കാൻ പോലും അർഹതയില്ലാതായിരിക്കുന്നു. ഞാൻ നിമിത്തം
ഒരുപാട് പേര് കണ്ണീരൊഴുക്കിയതല്ലേ? ഒരർത്ഥത്തിൽ ഗീതേച്ചിയുടെ കണ്ണീരിന് പോലും തുടക്കമായത് എന്റെ പ്രവൃത്തിയല്ലേ? ഈ ജീവിതം ഇങ്ങനെ അങ്ങ് പോട്ടെ. അമ്മയെങ്കിലും രക്ഷപ്പെടുത്തണം. അത് മാത്രം ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന. ഇനി അമ്മ ഇങ്ങനെ മനോരോഗിയെ തുടരാൻ പാടില്ല. അത്രയെങ്കിലും എനിക്ക് ചെയ്യണം. നമ്മൾ രണ്ടുപേര് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാ ഗംഗെ? വിചാരിച്ച നടക്കുന്ന മറ്റൊരാളുണ്ട്. മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ഒരാൾ ഈ വീട്ടിലുണ്ട്. രമേശ് ചേട്ടൻ. ചേട്ടൻ മനസ്സ് വെച്ച അമ്മയ്ക്ക് ചികിത്സ കിട്ടും. ഗീതേച്ചി സംസാരിക്കണം. കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ രമേശ് ചേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കണം. പക്ഷേ പക്ഷേ എന്റെ തല വെട്ടിക്കളയാൻ വാള് കിട്ടിയില്ലെന്നാണോടി? ആണോടി? ഞങ്ങള് അമ്മയുടെ അസുഖത്തെ പറ്റി പറയായിരുന്നു. ഓ, അമ്മയ്ക്ക് എന്താ അസുഖം? വിശപ്പില്ലേ? നമുക്കൊരു ടോണിക്ക് മേടിച്ചു കൊടുക്കാം. അതോ വെരയുടെ അസുഖം? അല്ല, അതിന് മരുന്ന് മേടിക്കാവേ. ദേ, രണ്ടും കൂടി ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഉള്ളവർക്ക് ഗുണം കിട്ടുന്ന കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ. എന്നെ എങ്ങനെ പുറത്താക്കണമെന്നായിരിക്കും നിന്റെയൊക്കെ ആലോചന. ദേ, ഒരു പ്ലാനും നടക്കാൻ പോകില്ല. പിന്നെ ഇവളെ കൂട്ടുപിടിച്ച് നീ അതിന് ശ്രമിക്കേ വേണ്ട. അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചില്ല അമ്മേ. ആലോചിക്കണ്ടെന്നാണ് ഞാനും പറഞ്ഞത്. അധികം അങ്ങ് മനസ്സിലിട്ട് കണക്ക് കൂട്ടല്ലേ. ചെല്ല്. ഗംഗയ്ക്ക് വല്ലാതെ വേദനിച്ചു രമേശ് ചേട്ടാ. മുഖം പൊള്ളിയില്ലെന്നേ ഉള്ളൂ. അവള് മനഃപൂർവ്വമല്ല അത്രയും ചൂടുവെള്ളം കൊണ്ടു കൊടുത്തത്. വെള്ളം തണുത്തുപോയെന്ന് പറഞ്ഞ് ഇന്നലെ അമ്മ അവളെ വഴക്ക് പറഞ്ഞതാ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലായിരിക്കും അമ്മ അങ്ങനെ ചെയ്തത്. എന്നാലും കുറച്ച് കടുപ്പമായിപ്പോയി. രമേശ് ചേട്ടൻ എന്താ ഒന്നും പറയാത്തെ? രമേശ് ചേട്ടന്റെ കൊച്ചു പെങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുമായിരുന്നോ? മിണ്ടാതിരിക്കുമായിരുന്നു. കാരണം എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇത്തരം അനുഭവമൊന്നും അവൾക്ക് വരില്ലായിരുന്നു. എന്ന് വെച്ചാൽ അവള് വഴിപഴച്ച് പോവില്ലായിരുന്നെന്ന്. ഗംഗയ്ക്കൊരു തെറ്റ് പറ്റി, അങ്ങനെ സംഭവിച്ചു പോയി. അത് കഴിഞ്ഞല്ലോ. ഇനി നമ്മള് അവളോട് ക്ഷമിക്കണ്ടേ? നമ്മളല്ലാതെ അവൾക്ക് ആരാ ഉള്ളത് രമേശ് ചേട്ടാ? നമ്മൾ എന്നുദ്ദേശിക്കുന്ന ആരെയാ? എന്നെ അങ്ങ് വിട്ടേക്ക്. അതിൽ കക്ഷി ചേരാൻ ഞാനില്ല. രമേശ് ചേട്ടനെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായിട്ടാ ഗംഗ കാണുന്നത്. ഓ, അതൊരു പുതിയ അറിവാണല്ലോ. എന്നിട്ട് അച്ഛനും അമ്മയും എന്തൊക്കെ പറഞ്ഞാലും രമേശ് ചേട്ടൻ പാവമാണെന്ന് ഗംഗയ്ക്ക് അറിയാം. ആണോ? ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി ഒപ്പിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഫ്രെയിം ചെയ്യിച്ച് വെക്കാമായിരുന്നു. സർവീസിൽ വല്ല ഇൻക്രിമെന്റും തടഞ്ഞാലോ? നീ വന്നിങ്ങനെ കറങ്ങിയപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇത്തരം എന്തോ സംഭാഷണത്തിലുള്ള ഒരുക്കമായിരുന്നെന്ന്. ഗംഗയെ ന്യായീകരിക്കാൻ വന്നേക്കുന്നു. ഒരു കാലത്തും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാ അവൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാനും ബുദ്ധിമുട്ടാ. അവള് കാരണം കുടുംബത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരാൾ മാനസിക രോഗിയായി. ഗംഗയോട് ക്ഷമിച്ചാൽ അതിനർത്ഥം നിന്റെ അച്ഛനെ അമ്മയെ അപമാനിക്കുന്നു എന്നാ. അറിയോ നിനക്ക്? ഗംഗയുടെ കാര്യം പോട്ടെ, പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു. അമ്മയെ പറ്റി പറയാലോ. നമ്മുടെ കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ രമേശ് ചേട്ടൻ ഓർക്കുന്നില്ലേ? എന്നെക്കാളും അമ്മയ്ക്ക് സ്നേഹം രമേശ് ചേട്ടനോടായിരുന്നു. വീട്ടിൽ വന്ന ചേട്ടന് ഇഷ്ടമുള്ളത് ഒരുക്കാൻ അമ്മ മുമ്പിലുണ്ടാവും. കുളിക്കാൻ കാച്ചിയ എണ്ണ, ചൂടുവെള്ളം എല്ലാം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ എല്ലാ അമ്മായിമ്മമാരും ചെയ്യുന്ന. പെൺമക്കളുടെ ഭർത്താക്കന്മാർക്ക് ഓവറായിട്ട് പരിഗണന കൊടുക്കും. VIP ട്രീറ്റ്മെന്റ് ആയിരിക്കും. സ്നേഹ കൂടുതൽ ഉള്ളതല്ലാന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. മറിച്ച് സ്വാർത്ഥതയാണ്.
തന്റെ മകളെ അയാള് ഭംഗിയായിട്ട് നോക്കണം. അതിനുള്ള അടവാണ് ഈ അമ്മായിയമ്മ സ്നേഹം. സത്യസന്ധമാണെങ്കിൽ ആൺമക്കളുടെ ഭാര്യമാർക്ക് എന്തുകൊണ്ട് ഇതേ പരിഗണന കൊടുക്കുന്നില്ല? അപ്പൊ സെൽഫിഷ്നെസ്, അതാണ് കാര്യം. ഞങ്ങളുടെ വീട്ടിൽ ആൺമക്കൾ ഇല്ലാത്തതുകൊണ്ടാ അമ്മ രമേശ് ചേട്ടനോട് കൂടുതൽ സ്നേഹം കാണിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന്? രമേശ് ചേട്ടൻ അമ്മയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയും ചികിത്സ വൈകുന്നത് അപകടമാണ്. ഇപ്പൊ തന്നെ വൈകി. വേണ്ടതുപോലെയുള്ള മരുന്നും ചികിത്സയും കിട്ടിയ അമ്മയുടെ അസുഖം മാറും. നല്ല ഡോക്ടറെ കാണിക്കണമെന്നേ ഉള്ളൂ. രമേശ് ചേട്ടന് അതിനു വേണ്ടി ഒന്ന് മനസ്സുണ്ടാവണം. ഇവിടുത്തെ അമ്മയും അച്ഛനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അസുഖം മാറിയ അതെല്ലാവർക്കും നല്ലതല്ലേ? ഈ ഒരു അപേക്ഷ ദയവേത് തള്ളിക്കളയരുത്. ഞാൻ കാല് പിടിക്കാം. രമേശ് ചേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. നീ ചെന്ന് കിടക്കാൻ നോക്ക്. ഇത് തന്നെ വാര്യർ സാറിന്റെ വീട്. എത്ര ചേട്ടാ? 80 രൂപ. ദാ. അയ്യോ, ചില്ലറില്ലല്ലോ സാർ. ഏയ് സാരല്ല, വെച്ചോ. ഓ ശരി ശരി സാർ, എന്നാ ശരി. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ.